നിങ്ങൾ ആരോടാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കാറ്? നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനോടാണോ, അതോ അമ്മയോടോ, അച്ഛനോടോ, ഇനി പാർട്ട്ണറോടോ ആണോ? ഇങ്ങനെ ഒരാളെയാണ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. നമ്മൾ ഓരോരുത്തരും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് നമ്മളോട് തന്നെയാണ്. നമ്മളൊരു ദിവസവും ഏറ്റവും അധികം തവണ അഡ്രസ്സ് ചെയ്യുന്നതും നമ്മളെ തന്നെയാണ്. ശരിയല്ലേ? നമ്മൾ ഏറ്റവും അധികം കേൾക്കുന്നതും പറയുന്നതും പുറത്തുള്ള കാര്യങ്ങളല്ല, നമ്മളുടെ ഉള്ളിൽ തന്നെയുള്ള കാര്യങ്ങളാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും ഇതേ കാര്യങ്ങൾ തന്നെയാണ്, സെൽഫ് ടോക്കിനെ പറ്റിയിട്ട്. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ യുവർ ബ്രദർ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ഗ്രേറ്റ് എപ്പിസോഡ്. ഓക്കെ, സോ എന്താണ് സെൽഫ് ടോക്ക്? നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുന്നില്ലേ, അതാണ് സെൽഫ് ടോക്ക്. സിമ്പിളായി പറഞ്ഞാൽ നമ്മളുടെ ഇന്നർ വോയിസ്. നമ്മുടെ ഇന്നർ വോയിസിനെ പറ്റിയിട്ട് അങ്ങനെ നമ്മൾ അവെയർ ആകണം എന്നൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നൊരു ഐഡിയ ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവണം എന്നില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് ദർ. നമ്മളൊരു ദിവസം രാവിലെ ഉണരുമ്പോൾ തൊട്ട് ഉറങ്ങുന്നത് വരെ നമ്മളുടെ എക്സ്പീരിയൻസസ് പ്രോസസ്സ് ചെയ്യാനും ഡിസിഷൻസ് എടുക്കാനും ക്വസ്റ്റ്യൻസ് ചോദിക്കാനും എല്ലാം ഹെൽപ്പ് ചെയ്ത് നമ്മളുടെ ഇന്നർ വോയിസ് നോൺ സ്റ്റോപ്പ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. സെൽഫ് ടോക്കിന് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം നമുക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്, നമ്മൾ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും സിറ്റുവേഷൻസും മാനേജ് ചെയ്യുന്നത് എന്ന കാര്യങ്ങളിലെല്ലാം സെൽഫ് ടോക്ക് വളരെ വലിയ ഇമ്പാക്റ്റ് കൊണ്ടുവരുന്നുണ്ട്. ചിലപ്പോൾ നമ്മളുടെ ഇന്നർ വോയിസ് വളരെ സപ്പോർട്ടീവ് ആയിരിക്കും, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. അതുപോലെ ചില സമയത്ത് നമ്മളുടെ ഇന്നർ വോയിസ് നെഗറ്റീവ് ഇമ്പാക്റ്റും ഉണ്ടാക്കും, നമ്മളുടെ കോൺഫിഡൻസ് കുറയ്ക്കുകയും ചെയ്യും. നമ്മുടെ ഇന്നർ വോയിസ് ഓവറായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മോശം കാര്യങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുമ്പോഴാണ് അത് നെഗറ്റീവ് സെൽഫ് ടോക്ക് ആയിട്ട് മാറുന്നത്. ചിലപ്പോഴൊക്കെ എന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ ഇത് സക്സസ് ആവില്ല എന്നൊക്കെ നമുക്ക് തോന്നാറില്ലേ, ഇതൊന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല, എന്നെ ചുറ്റും നടക്കുന്ന ഒന്നും ശരിയല്ല എന്നൊക്കെ ഇന്നർ വോയിസ് പറയാറില്ലേ. ദിസ് ഈസ് നെഗറ്റീവ് സെൽഫ് ടോക്ക്. ഈ നെഗറ്റീവ് സെൽഫ് ടോക്ക് കൊണ്ട് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ കോൺഫിഡൻസ് കുറയും, നമ്മുടെ പൊട്ടൻഷ്യൽ ഒന്നും അച്ചീവ് ചെയ്യാനായിട്ട് കഴിയില്ല. സെൽഫ് ടോക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട്സും നെഗറ്റീവ് സെൽഫ് ടോക്ക് എങ്ങനെ പോസിറ്റീവ് ആക്കാം, എങ്ങനെ ഇന്നർ വോയിസിനെ എംപവർ ചെയ്യാം എന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ബുക്കാണ് ഷാഡ് ഹാംസ്റ്റെറ്റർ എഴുതിയ വാട്ട് ടു സേ വെൻ യു ടോക്ക് ടു യുവർ സെൽഫ്. നമ്മുടെ ബിലീവ്സിനെയും ആറ്റിറ്റ്യൂഡ്സിനെയും ആക്ഷൻസിനെയും എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പവർഫുൾ ടൂളായിട്ടാണ് ഹെൽംസ്റ്റെറ്റർ സെൽഫ് ടോക്കിനെ പരിചയപ്പെടുത്തുന്നത്. മാത്രമല്ല നെഗറ്റീവ് സെൽഫ് ടോക്ക് സെൽഫ് ഡൗട്ടിലേക്കും അതുവഴി നമ്മുടെ ഫെയിലിയറിലേക്കും നയിക്കും എന്നും പോസിറ്റീവ് സെൽഫ് ടോക്ക് നമ്മുടെ സെൽഫ് എസ്റ്റീം വർദ്ധിപ്പിക്കുകയും അതുവഴി നമ്മളുടെ സക്സസ് എളുപ്പമാക്കുകയും ചെയ്യും എന്നും ഹെൽംസ്റ്റെറ്റർ പറയുന്നുണ്ട്. നമ്മുടെ മനസ്സ് ചെറുപ്പം മുതലേ നമ്മൾ കേൾക്കുന്ന വാക്കുകൾ കൊണ്ടും നമ്മുടെ ചിന്തകൾ കൊണ്ടും പ്രോഗ്രാം ചെയ്യപ്പെടുകയാണ്. ഈ ഏർലി മെസ്സേജസ് നമ്മുടെ സെൽഫ് കോൺസെപ്റ്റിനെയും നമ്മുടെ സ്വഭാവത്തെയും രൂപപ്പെടുന്നതിൽ വലിയ പങ്ക് തന്നെ വഹിക്കുന്നുണ്ട്. എന്നാൽ ഈ പ്രോഗ്രാമിങ്ങിനെ പോസിറ്റീവ് സെൽഫ് ടോക്ക് കൊണ്ട് കോൺഷ്യസ്ലി നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാം എന്നാണ് ഹെൽംസ്റ്റെറ്റർ പറയുന്നത്. അതിനെ ഹെൽപ്പ് ചെയ്യുന്ന സ്റ്റെപ്സും അദ്ദേഹം തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ പറയുന്നതിന് മുമ്പായിട്ട് ഞാനിപ്പോൾ കുക്കു FM-ലൂടെ ഒരുപാട് ഓഡിയോ ബുക്സ് കേൾക്കാറുണ്ട്, ബോത്ത് ഫിക്ഷൻ ആൻഡ് നോൺ ഫിക്ഷൻ. റൂത്തിൻ്റെ ലോകം, ഫ്രാൻസിസ് ഇറ്റിക്കോര, ബാല്യകാല സഖി, അങ്ങനെ തുടങ്ങി 1000-ലധികം ഓഡിയോ ബുക്സ് ഇതിൽ അവൈലബിൾ ആണ്. ആൻഡ് എവറി മന്ത് പുതിയ 20ഓളം ബുക്സ് നമ്മളുടെ ലാംഗ്വേജിൽ അപ്ലോഡ് ആവുന്നുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇവരുടെ അവതരണമാണ്, ഭയങ്കര രസമാണ് കേട്ടിരിക്കാനായിട്ട്. സോ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു 7 ഡേ ഫ്രീ ട്രയൽ പീരീഡ് കിട്ടും. ഈ 7 ദിവസം നിങ്ങൾക്ക് കുക്കു FM-ൽ ഫുൾ ഓഡിയോ ബുക്സും ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. സോ ആദ്യമായിട്ടാണ് കുക്കു FM ഇങ്ങനെ ഒരു ഓഫർ കൊണ്ടുവരുന്നത്. സോ അത് മാക്സിമം യൂസ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്യാനും പറ്റും. ഇൻട്രസ്റ്റ് ഉള്ളവർ ഡൗൺലോഡ് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതേപോലെ പിൻഡ് കമൻറ്റിലും കൊടുക്കുന്നുണ്ട്. ബാക്ക് ടു വീഡിയോ. പോസിറ്റിവിറ്റിയുടെയും നെഗറ്റിവിറ്റിയുടെയും ഡിഫറെൻറ്റ് ലെവൽസ് റിഫ്ലക്റ്റ് ചെയ്യുന്ന 5 ലെവൽസ് ആയിട്ടാണ് ഹെൽംസ്റ്റെറ്റർ സെൽഫ് ടോക്കിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ലെവൽ 1 നെഗറ്റീവ് ആക്സെപ്റ്റൻസ്. നമ്മുടെ സെൽഫ് ഡൗട്ടും ലിമിറ്റേഷൻസും എല്ലാം റീഇൻഫോഴ്സ് ചെയ്യുന്ന നെഗറ്റീവ് സെൽഫ് ടോക്സ് ആണ് ഈ ലെവലിൽ ആളുകൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുക. എന്നെക്കൊണ്ട് കഴിയില്ല, ഞാൻ അത്ര നല്ലതല്ല എന്നൊക്കെയുള്ള തോട്ട്സ് ആൻഡ് ടോക്സ് ഒക്കെ അപ്പോഴാണ് ഉണ്ടാവുന്നത്. ഈ ലെവലിൽ നിൽക്കുന്ന ആളുകൾ അവരുടെ നെഗറ്റീവ് തോട്ട്സ് എല്ലാം സത്യമാണ് എന്നങ്ങോട്ട് വിശ്വസിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് പവർലെസ്നെസ്, ഹോപ്പ്ലെസ്നെസ് എല്ലാം തോന്നുകയും ചെയ്യും. ലൈഫിനെ ഇത് സാരമായിട്ട് തന്നെ ബാധിക്കുകയും ചെയ്യും. ഫെയിലിയറിൻ്റെ ചിന്ത മനസ്സിലുള്ളതിനാൽ തന്നെ പുതിയ കാര്യങ്ങൾ ചെയ്യാനും റിസ്ക് എടുക്കാനും ഇവർക്ക് കഴിയില്ല. സെൽഫ് എസ്റ്റീം വളരെ കുറവായും ആൻസൈറ്റി ഉള്ളവരായും ഇവർ കാണപ്പെടും. അതുകൊണ്ട് തന്നെ പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് സാധ്യമാവുകയുമില്ല. ലെവൽ 2 റെക്കഗ്നിഷൻ ആൻഡ് നീഡ് ടു ചേഞ്ച്. ഈ ലെവലിലുള്ള ആൾക്ക് ഞാൻ ഇങ്ങനെ പോയാൽ പോരാ, ഒരു ചേഞ്ച് വേണം എന്നൊക്കെ തോന്നി തുടങ്ങും. പക്ഷേ ഇവർക്ക് എന്ത് ചെയ്യണം, എങ്ങനെ വേണം എന്നൊക്കെയുള്ള ഒരു ആക്ച്വൽ പ്ലാൻ ഉണ്ടാവില്ല. ചിലപ്പോൾ ആക്ഷൻ എടുക്കാനുള്ള കമ്മിറ്റ്മെൻറ്റ് പോലും ഉണ്ടാവില്ല. എന്നാൽ ഒന്നും ചെയ്യാതിരിക്കുന്നതിൽ ഗിൽറ്റി ഫീൽ ചെയ്യുകയും ചെയ്യും. ചിലപ്പോൾ ഫ്രസ്ട്രേഷനും ഈവൻ സ്ട്രെസ്സ് പോലും ഉണ്ടായെന്ന് വരാം. നമുക്കൊരു ചേഞ്ച് വേണം എന്ന അവെയർനെസ് ഉണ്ടാകും എന്നതാണ് ഈ ലെവലിൻ്റെ ഹൈലൈറ്റ്. ലെവൽ 3
ഡിസിഷൻ ടു ചേഞ്ച്. നെഗറ്റീവ് തോട്ട്സ്, നെഗറ്റീവ് പാറ്റേൺസ് എല്ലാം ബ്രേക്ക് ചെയ്യണം എന്ന ക്ലിയർ സ്ട്രോങ് ഡിസിഷൻ എടുക്കുന്നത് ഈ ലെവലിലാണ്. സംസാരത്തിലും സ്വഭാവത്തിലും എല്ലാം ഈ തോട്ട് നിറഞ്ഞു നിൽക്കും. ഞാൻ ഇനി അങ്ങനെ ചെയ്യില്ല, ആ ഹാബിറ്റ് ഞാൻ ഒഴിവാക്കി എന്നൊക്കെ പറയാൻ കഴിയും. ഇംപ്രൂവ്മെൻറ്റിനുള്ള കമ്മിറ്റ്മെൻറ്റ് ഈ സ്റ്റേജിൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതായത് അയാൾ ആക്ഷൻ എടുക്കാൻ തുടങ്ങും. ഈ ലെവലിൽ എത്തിയാൽ നമ്മൾ ലൈഫിൻ്റെ കൺട്രോൾ നമ്മൾ തന്നെ ഏറ്റെടുക്കാൻ തുടങ്ങും. പുതിയ പോസിറ്റീവായ ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യും. കോൺഫിഡൻസ് കൂടുകയും കാര്യക്ഷമത വർദ്ധിക്കുകയും അത് നമുക്ക് ഫീൽ ചെയ്യുകയും ഒക്കെ ചെയ്യും. ലെവൽ 4 ദ ബെറ്റർ യു. ഐ ആം, ഐ ക്യാൻ എന്നൊക്കെയുള്ള ഫ്രേസസ് ആകും ഈ ലെവലിൽ നമ്മുടെ ഇന്നർ വോയിസ് കൂടുതൽ പറയാം. നമ്മളെ സെൽഫ് ബിലീഫ്സും ക്യാപ്പബിലിറ്റീസും എല്ലാം റീഇൻഫോഴ്സ് ചെയ്യുന്ന പോസിറ്റീവ് അഫർമേഷൻസ് ആണ് ഈ ലെവലിൽ കൂടുതലായിട്ട് നമ്മുടെ സെൽഫ് ടോക്കിൽ ഉണ്ടാവുന്നത്. നമ്മുടെ എബിലിറ്റീസ് ആൻഡ് സ്ട്രെങ്സിനെ ഫോക്കസ് ചെയ്ത് ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഇവിടെ ഡെവലപ്പ് ആകും. അതുകൊണ്ട് തന്നെ നമ്മുടെ മോട്ടിവേഷനും സെൽഫ് എസ്റ്റീമും വർദ്ധിക്കും. ചലഞ്ചസിനെയും ഓപ്പർച്യൂണിറ്റീസിനെയും പോസിറ്റീവ് ഔട്ട്ലുക്കോടെ നോക്കിക്കാണാനായിട്ട് കഴിയും. ലെവൽ 5 യൂണിവേഴ്സൽ അഫർമേഷൻ. സെൽഫ് ടോക്കിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ലെവലാണ് യൂണിവേഴ്സൽ അഫർമേഷൻ. സ്വന്തം കഴിവുകളിലുള്ള വിശ്വാസത്തെയും കോൺഫിഡൻസിനെയുമാണ് ഈ ലെവൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയ എനിക്ക് എൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് കഴിയും എന്ന നമ്മുടെ കപ്പാസിറ്റീസിലുള്ള സ്ട്രോങ് ഫെയ്ത്ത് നമ്മുടെ ഇന്നർ വോയിസ് യൂസ് ചെയ്യുന്ന ലാംഗ്വേജിൽ ഉടനീളം ഉണ്ടാവും. ഒരു ക്യാൻ ഡു ആറ്റിറ്റ്യൂഡാണ് ഇവിടെ പ്രകടമാവുന്നത്. നമ്മുടെ സക്സസ്സിനും ഫുൾഫിൽമെൻറ്റിനുമുള്ള പൊട്ടൻഷ്യൽ വർദ്ധിക്കുകയും ചലഞ്ചസ് വരുമ്പോഴുള്ള പേടിയും ആൻസൈറ്റിയും കുറയുകയും ഇല്ലാതാവുകയും സ്വയം മോട്ടിവേറ്റ് ചെയ്യുന്നതിനോടൊപ്പം ചുറ്റുമുള്ള ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനും ഈ ലെവലിലുള്ളവർക്ക് സാധിക്കും. നെഗറ്റീവ് സെൽഫ് ടോക്ക് എന്താണ് എന്നും അതെങ്ങനെ നമ്മളുടെ മുന്നോട്ടുള്ള ജീവിതത്തെ ബാധിക്കുമെന്നും ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണല്ലോ. ഇനി ഒന്ന് ചിന്തിച്ച് നോക്കൂ, നിങ്ങളുടെ ഇന്നർ വോയിസ് പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ശരിയായ വഴിയിലൂടെയാണോ അത് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത്? എങ്ങനെയാണ് ഇന്നർ വോയിസിനെ ഇംപ്രൂവ് ചെയ്യാൻ കഴിയുക? സോ ഇനി നമുക്ക് അതിനുള്ള വഴികൾ നോക്കാം. പോസിറ്റീവ് സെൽഫ് ടോക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് അത് നമുക്ക് വേണ്ടത് അവയർനെസ് ആണ്. നിലവിൽ നമ്മളുടെ സെൽഫ് ടോക്ക് പാറ്റേൺ എന്താണെന്ന് കണ്ടെത്തുക, അതിനെക്കുറിച്ച് അവെയർ ആവുക. നെഗറ്റീവായുള്ള കാര്യങ്ങൾ നമ്മുടെ ഇന്നർ വോയിസ് പറയുമ്പോൾ അതിനെ ഉടനെ ചലഞ്ച് ചെയ്യുക, ക്വസ്റ്റ്യൻ ചെയ്യുക. ഉടനെ തന്നെ അതിന് ആൾട്ടർനേറ്റീവായിട്ടുള്ള ഒരു പോസിറ്റീവായ ഒരു നിലപാടെടുക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു പുതിയ പ്രൊജക്റ്റ് ചെയ്യാനുള്ള ഐഡിയ നിങ്ങൾക്ക് കിട്ടി. നിങ്ങൾക്ക് അത് ആരുടെയെങ്കിലും അടുത്ത് പ്രസൻറ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ബട്ട് നിങ്ങളുടെ നെഗറ്റീവ് ഇന്നർ വോയിസ് പറയും അതൊന്നും വേണ്ട, അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന്. ഉടനെ നിങ്ങൾ പറയണം ഇത് നടക്കും, ഇനിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മളുടെ ഐഡിയ മറ്റൊരാളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുകയെങ്കിലും ചെയ്യാലോ, മേ ബി അതുവഴി പുതിയ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടിയാലോ എന്ന്. അടുത്തതായിട്ട് അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നെഗറ്റീവ് തോട്ട്സിനെ കൗണ്ടർ ചെയ്യുന്ന പോസിറ്റീവ് അഫർമേഷൻസ് ഉണ്ടാക്കിയിട്ട് അത് പ്രാക്ടീസ് ചെയ്യുക. ഇത് ഡെയിലി പലതവണ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. റിമെമ്പർ, കൺസിസ്റ്റൻസി ഈസ് ദ കീ. പതിയെ നിങ്ങളുടെ ലൈഫിൽ പ്രോഗ്രസ് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. റെഗുലറായി പ്രോഗ്രസ് അസസ് ചെയ്ത് ആവശ്യമെങ്കിൽ അഫർമേഷൻസിൽ മാറ്റങ്ങളും വരുത്താവുന്നതാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങളെ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, എൻകറേജ് ചെയ്യുന്ന ആളുകളുമായിട്ട് സറൗണ്ട് ചെയ്യാം. ഓർക്കുക, നമ്മളെ തിങ്കിങ് പാറ്റേൺ മാറ്റിയാൽ, മൈൻഡ് സെറ്റ് മാറിയാൽ തന്നെ നമുക്ക് വലിയ കാര്യങ്ങൾ, വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് കാണാൻ സാധിക്കും. നമ്മുടെ എല്ലാം ഉള്ളിൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും കഴിയാത്തത്ര പൊട്ടൻഷ്യൽ ഉണ്ട്. ബട്ട് അതിനെ തടഞ്ഞു നിർത്തുന്നത് നമ്മുടെ മൈൻഡ് സെറ്റാണ്, നെഗറ്റീവ് സെൽഫ് ടോക്കാണ്. അതിൽ മാറ്റം വരുത്തിയാൽ തന്നെ നമ്മൾ സ്വപ്നം കാണുന്ന ജീവിതം നമുക്ക് നേടാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഓഫ് ടുഡേ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് ഫോളോ ഫോർ മോർ. ഹാവ് എ ഗ്രേറ്റ് ഡേ.